ഹലോ ഫ്ലൈലേഴ്സ്. ഡൽഹി മഴ കുറച്ചൊരു ഡേഞ്ചറസ് ആണ്. ഫസ്റ്റ് മഴ സാധാരണ പറഞ്ഞാൽ ഫസ്റ്റ് മഴത്ത് ഡൽഹി പുറത്തേക്ക് കയറും. കാരണം അത്രയും നല്ല അറ്റ്മോസ്ഫിയർ ആണല്ലോ, നല്ല പൊല്യൂഷനൊന്നും ഇല്ലാത്ത. അതുകൊണ്ട് ഡൽഹിയിൽ മഴ ഉണ്ടാകുമ്പോൾ കഴിയുന്നത് ഉള്ളിലിരിക്കുന്നതാണ് നല്ലത്. അതാണ് ഷൂട്ട് ചെയ്യുമ്പോൾ ഉള്ളുകൊണ്ടിരുന്നത്. എന്തായാലും ഇന്നിപ്പോൾ ഞാൻ കൊണ്ടുവന്ന വണ്ടി പുതിയൊരു വണ്ടിയല്ല, 2022 വണ്ടിയാണ്, ഓഡി Q7. ഈ വണ്ടി ഞാൻ ഒരിക്കലും കൊണ്ടുവന്നതാണ്, സെയിം വണ്ടി തന്നെയാണത്. പക്ഷേ ഞാൻ ഇപ്പോൾ വീണ്ടും കൊണ്ടുവരാൻ കാരണമുണ്ട്. കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ലക്ഷറി സെഗ്മെൻറ്റിൽ ഏറ്റവും അണ്ടർ റേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു SUV ആണ് ഓഡി Q7. ഇറ്റ്സ് എ റിയലി എ ഗ്രേറ്റ് കാർ. അത് ഇത്രയും കൊല്ലം മീഡിയയിൽ ഉപയോഗിച്ചിട്ടും എങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യുന്നത്. ഓൾ മൈ ഫ്ലൈലേഴ്സ്, വെൽക്കം ടു ഫ്ലൈവേ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു 2 കൊല്ലത്തിന് മേലെ പഴക്കമുള്ള വണ്ടിയാണ്, മീഡിയയിൽ ഉപയോഗിച്ച വണ്ടി. ഇത് ഞാൻ പെർട്ടിക്കുലർലി പറയാൻ കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന ലെക്സസ് LX 500D ഉണ്ട്. അത് ഞങ്ങൾ ഇവിടെ വെച്ചിട്ട് തന്നെ ഷൂട്ട് ചെയ്തിരുന്നത്. ഇന്നലെ ആയിരുന്നു ഷൂട്ട് ചെയ്തത്. അപ്പം നല്ല വെയിലായിരുന്നു. എപ്പിസോഡ് നോക്കിയാൽ കാണാം. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ മിസ്സായിട്ടുണ്ടെങ്കിൽ അത് കണ്ടാൽ ഈ പറഞ്ഞ പോയിൻ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. മീഡിയയിൽ ഉപയോഗിക്കുന്ന വണ്ടി എന്ന് പറയുമ്പം 2 കൊല്ലം തന്നെ അതൊരു വർത്ത് ഓഫ് 5 years യൂസ്, അല്ലെങ്കിൽ 4 കൊല്ലത്തിന് ഉപയോഗമെങ്കിലും ഉള്ള മാതിരിയാണ്. അവിടെ പല ആൾക്കാരാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ സാധാരണ വണ്ടി വാങ്ങിയാൽ നമ്മളും ഡ്രൈവറും മേ ബി 1-2 ആളെല്ലാം ഉപയോഗിക്കണം. ഇത് പല ആൾക്കാർ ഉപയോഗിക്കുന്നത്. പല ടൈപ്പ് ഓഫ് ഡ്രൈവിങ്, പല രീതിയിലുള്ള എബ്യൂസുകൾ എല്ലാം മീഡിയ വണ്ടിക്ക് ഉണ്ടാവും. പ്രത്യേകിച്ച് SUV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ വിചാരം എല്ലാ SUV എടുത്തും കൊണ്ടുപോയി അലക്കി ഇടാവുന്നതാണ്. മാക്സിമം ഓഫ് റോഡ് ചെയ്യും, ഓഫ് റോഡെല്ലാം ചെയ്യുന്ന കുഴപ്പമില്ല. പക്ഷേ മയത്തിലൊന്നുമല്ല ചെയ്യുക. എല്ലാം നമ്മൾ സ്പെക്ക് ചെയ്തിട്ടുള്ള താറും ജിംനിയും പോലെ അടിച്ചിടുക എന്നുള്ള രീതിയിലാണ് ചെയ്യാറുള്ളത്. അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെയാണ് മീഡിയൻ്റെ വണ്ടികൾ ഉണ്ടാവാറുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള യൂസ് എല്ലാം കഴിഞ്ഞ്, എല്ലാ അബ്യൂസ് എല്ലാം കഴിഞ്ഞിട്ട് 2 കൊല്ലം കഴിയുമ്പോൾ വണ്ടി എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ലൊരു ബെഞ്ച് മാർക്കിംഗ് ആണ്. കാരണം വണ്ടിയുടെ ക്വാളിറ്റി അറിയാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ലോങ് ടേമറായിട്ടൊന്നും വണ്ടി ഇത് കിട്ടിയില്ലെങ്കിലും കുറേ കാലം ഉപയോഗിച്ചൊരു വണ്ടിയുടെ ഫീല് നമുക്ക് മനസ്സിലാക്കാനുള്ള സാധിക്കുന്നുണ്ട്. ആ ഒരു കാരണം പറഞ്ഞില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അണ്ടർ റേറ്റഡ് എന്ന് പറഞ്ഞാൽ ഓഡി ആക്ച്വലി 2005 ആദ്യം Q7 കൊണ്ടുവന്നപ്പോൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ളൊരു വണ്ടിയായിരുന്നു. Q7 വന്നപ്പോൾ തന്നെ ഭയങ്കര രസമായിരുന്നു. കാരണം അന്നുണ്ടായിരുന്ന ML-ഉം പിന്നെ അതുപോലെ തന്നെ BMW X5 ഒന്നും മാറിയായിരുന്നു. Q7 വേറെ തന്നെ ഒരു അഴകോട് കൂടിയിട്ടാണ് വന്നിരുന്നത്. പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും അന്ന് മുതൽ ഇഷ്ടമുള്ളൊരു കാര്യമാണ് ടെയിലൈറ്റ് അടക്കം ആ ബൂട്ട് തുറക്കുക. ഇങ്ങനത്തെ കുറേ എലമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അന്നത് ഒരു യുണീക്കായിരുന്നു. അന്ന് ഓഡിയുടെ ഒരു ഗോൾഡൻ ഇറ പോലെയായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, IA ഫ്രാങ്ക്ഫർട്ടിലാണ് 2005 ആക്ച്വലി Q7 അൺവീൽ ചെയ്യുന്നത്. അന്ന് 2 മെയിൻ കാറുകളായിരുന്നു. അന്നത്തെ S ക്ലാസും അതുപോലെ തന്നെ Q7 ആയിരുന്നു ഹൈലൈറ്റ്. ഇത് രണ്ടും അന്നത്തെ വൻ ഹിറ്റ് വണ്ടികളാണ്. ഇപ്പോൾ Q7 നമുക്കറിയാം ഇന്ത്യയിലൊരു സെലിബ്രേറ്റഡ് വെഹിക്കിളാണ്. സെലിബ്രിറ്റി വണ്ടിയായിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. കാരണം അത് വന്നതിൻ്റെ ശേഷം അന്ന് എല്ലാവർക്കും Q7 മതി. ഞാൻ ആ കഴിഞ്ഞ റിവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, നമ്മളെ സർക്കിളിൽ തന്നെ ഒരുപാട് Q7 ആയിരുന്നു. എൻ്റെ ക്ലോസ് സർക്കിൾ നോക്കി കഴിഞ്ഞാൽ ഉമേണ്, അജു, അങ്ങനെ പലരും ഉപയോഗിച്ചിരുന്ന വണ്ടിയാണ്. അതും തന്നെ കുറേ കാലം ഉപയോഗിച്ചിട്ടുണ്ട്. ഉമേൻ്റെ കേസിൽ ഉമേണ് 1,00,000 ചില്ലാൻ കിലോമീറ്റർ 1.5 അടുത്തിട്ട് ഓടിയിട്ടുണ്ട്. അതിൻ്റെ ശേഷമാണ് G-Wagonൽ പോയത്. അത് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേ എപ്പിസോഡിൽ. അജുവിൻ്റെ വീട്ടിലാണെങ്കിൽ 1, 2, 3 Q7 മറ്റും വന്ന് അതിൻ്റെ ഫേസ് ലിഫ്റ്റും വന്നപ്പോഴും മാറ്റി, പിന്നെ പുതിയ ജനറേഷൻ വന്നപ്പോഴും മാറി. ഇതിൻ്റെ പ്രീ ഫേസ് ലിഫ്റ്റ് വരെയുള്ള വണ്ടികളുണ്ടായിട്ടുണ്ട്. ഞാൻ പറയാൻ കാരണം വണ്ടി ഇഷ്ടപ്പെട്ടവർ ഇതിനെ ഭയങ്കര ട്രസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സെലിബ്രിറ്റി സർക്കിൾ നോക്കിയാൽ മമ്മൂക്ക തുടങ്ങി കേരളത്തിൽ. ജോൺ അബ്രഹാം ആയിരുന്നു ഇന്ത്യയിൽ ഒരു ഫസ്റ്റ് സെലിബ്രിറ്റി. പക്ഷേ ഫസ്റ്റ് വണ്ടിയായിട്ട് പലരും ജോൺ അബ്രഹാമിൻ്റെ വണ്ടി പറഞ്ഞെങ്കിലും നമ്മൾ കേരളത്തിനായിരുന്നു ഫസ്റ്റ് വണ്ടി കിട്ടിയിരുന്നത്. നെസ്റ്റ് ഗ്രൂപ്പിൻ്റെ വണ്ടിയായിരുന്നു. അപ്പോൾ അന്ന് അങ്ങനെ കുറേ അന്ന് നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസും കിട്ടും. അപ്പോൾ അങ്ങനെ വന്ന് നോക്കുമ്പോൾ ജോൺ അബ്രഹാം തുടങ്ങി പിന്നെ സെലിബ്രിറ്റീസിൽ ഒരുവിധം എല്ലാ വീട്ടിലും ഉണ്ടായിരുന്ന ഒരു വണ്ടിയായിരുന്നു Q7. പിന്നെ നമ്മൾ മലയാളത്തിലും അങ്ങനെ വന്നു. അപ്പം മമ്മൂക്ക, അന്ന് സുരേഷ് ഗോപി, പിന്നെ പൃഥ്വിരാജ്, ആസിഫ്, ടോവിനോ, ഇങ്ങനെ നോക്കുകയാണെങ്കിൽ Q7 വാങ്ങിയിട്ടുള്ള സെലിബ്രിറ്റീസ് ഒരുപാടുണ്ട്. ബിസിനസ്സുകാരുടെ ഇടയിലുണ്ട്, ഡോക്ടേഴ്സിൻ്റെ ഇടയിലുണ്ട്. അങ്ങനെ ഒരു ശരിക്കും സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ളൊരു SUV ആണ്. പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോക്സ് വാഗൻ ഗ്രൂപ്പിൻ്റെ ആ ഒരു ഡീസൽ ഗേറ്റ് സ്കാം വന്നതോടുകൂടിയിട്ട് ഡീസൽ ഇന്ത്യയിൽ നിർത്തി. അപ്പോൾ അത് ഓഡി Q7 ഒരു സെറ്റ് ബാക്കായി. അതിൻ്റെ ശേഷം അവർ പിന്നെ ഫേസ് ലിഫ്റ്റ് വന്നപ്പോൾ സെക്കൻഡ് ജനറേഷൻ വന്നപ്പോൾ 2 ലിറ്ററിൻ്റെ എഞ്ചിനാണ് കൊണ്ടുവന്നിരുന്നത്. അതും ചെറിയൊരു സെറ്റ് ബാക്കായി. പക്ഷേ ഈ ഫേസ് ലിഫ്റ്റിൽ V6 ആണ് വന്നിട്ടുള്ളത്. പക്ഷേ അത് ആളുകൾ അറിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടി എപ്പിസോഡ് കൊണ്ടുവരാറുണ്ട്. കാരണം പലരും നമ്മളിത് വണ്ടി വാങ്ങാൻ ചോദിക്കുമ്പോൾ നമ്മൾ ഓപ്ഷൻ പറയുമ്പോൾ Q7 എന്ന് ചോദിക്കും. പക്ഷേ ഞാൻ പറയും Q7 നല്ല വണ്ടി, നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞ് ടെസ്റ്റ് ഡ്രൈവിൽ ചെയ്ത ആൾക്കാരെ ഒപ്പീനിയൻ മാറാറുണ്ട്. ഇത് ഞാൻ Q7 വാങ്ങാൻ വേണ്ടി പറയല്ല. പക്ഷേ നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ ശരിക്കും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ വിട്ടുപോകാണ്ടാത്തൊരു വണ്ടി അതുകൊണ്ട് പറയണം. ഇറ്റ്സ് എ റിയലി അണ്ടർ റേറ്റഡ് കാർ. ഐ റിയലി ലൈക്ക് ദിസ് കാർ. ഈ ഒരു സെഗ്മെൻറ്റിലൊരു എവർഗ്രീൻ വെഹിക്കിളാണിത് ആൻഡ് സ്റ്റിൽ റിമെയിൻ ലൈക്ക് ദാറ്റ്.
അപ്പോൾ അത് എങ്ങനെയുണ്ട് ഈ 2 കൊല്ലം കഴിഞ്ഞിട്ടെന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ കൂടുതൽ ഡ്രൈവ് ചെയ്യായിരിക്കും, കാരണം വേറൊന്ന് മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കേണ്ട ഇടയ്ക്കിടയ്ക്ക്. 2 നമുക്ക് ഇതിൻ്റെ ഡിസൈനും ഇൻറ്റീരിയറും നമ്മൾ കാണിച്ചാണ്. അപ്പോൾ അത് കഴിഞ്ഞ എപ്പിസോഡിൽ കാണാം. സോ അത് നിങ്ങൾ നോക്കിക്കോളൂ. മിസ്സായിട്ടുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് എന്തായാലും ഷെയർ ചെയ്യാം. ലെറ്റ്സ് എക്സ്പീരിയൻസ് ദ കാർ. നമ്മളിപ്പോൾ ഉള്ളത് ഡൽഹിയിലെ ഗുഡ്ഗാവിലാണ്. ഗുഡ്ഗാവിൽ നിന്നും ഡൽഹിക്ക് പോകുന്നതുകൊണ്ട് തന്നെ നല്ല പീക്ക് ടൈം ട്രാഫിക്കാണ്. വിഷ്വലായിട്ട് വലിയ മാച്ചൊന്നും ഉണ്ടാവില്ല കേട്ടോ. വിഷ്വൽ നമ്മൾ ഇന്നലെ കുറച്ചുകൂടി ലിഷറായിട്ട് എടുത്താണ്, നമ്മൾ ലെക്സസ് ഉള്ള സമയത്ത് എടുത്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഷൂട്ടും ഈ ഷൂട്ടിലുള്ള വിഷ്വൽ വ്യത്യാസം ഉള്ളതെന്ന് നിങ്ങൾ പരിഗണിക്കണം. ഇന്ന് മഴയും കൂടെ പെയ്തുകൊണ്ടുള്ളൊരു വലിയ ഡിഫറൻസ് ഉണ്ട്. അത് നല്ല ട്രാഫിക് ഉണ്ട്, ബ്ലോക്ക് ഉണ്ട്, ബ്രേക്ക് ചെയ്ത് പോകണം. എനിവേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു റിവ്യൂ എന്ന രീതിയിലല്ലാത്തതുകൊണ്ട് തന്നെ അത് കുഴപ്പമില്ല. പക്ഷേ ഞാൻ വണ്ടി ഇന്നലെ ഉള്ളതുകൊണ്ട് നമ്മൾ ഫുള്ള് ഓടിച്ചിട്ടുണ്ട്. ഒരു കാര്യം മനസ്സിലായത്, 38,821 കിലോമീറ്റർ റൈറ്റിനാണ് ഓടിയിട്ടുള്ളത്. ഞാൻ നേരത്തെ തുടക്കത്തിൽ 36 പറഞ്ഞൊരു സംശയമുണ്ട്. എന്തായാലും 38,821. അപ്പോൾ ഇത്രയും ഓടുക എന്ന് പറയുമ്പോൾ ഇന്നലെ നമ്മൾ കമ്പയർ ചെയ്യാൻ ലെക്സസിൻ്റെ കാളും ഓടിയിട്ടുണ്ട്. ലെക്സസ് ഓടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മീഡിയ ഉപയോഗിച്ച വണ്ടി എന്നുള്ളൊരു പരിഗണനയും കൂടെ കൊടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സോളിഡായിട്ട് നിൽക്കുന്നുണ്ട്. ഒരു റാറ്റ്ലിങ് പോലും സൗണ്ടില്ല. അത് വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം നമ്മൾ അത്യാവശ്യം മീഡിയ ഉപയോഗിച്ച വണ്ടി എന്ന് പറയുമ്പോൾ അത്യാവശ്യം റാറ്റ്ലിങ് കാര്യങ്ങൾ എവിടെയെങ്കിലും ഫീൽ ചെയ്യുക, ഒരു റാറ്റ്ലിങ്ങും ഒരു ആവശ്യമില്ലാത്ത സൗണ്ടോ ഒന്നും എനിക്ക് തോന്നിയില്ല. വലിയ ഡാമേജസും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതൊരു ബിൽഡ് ക്വാളിറ്റി കാണിക്കുന്ന സാധനം. ഓഡിയിലൊപ്പം പറയുന്നുണ്ട് ബിൽഡ് ക്വാളിറ്റിനെ കുറിച്ചിട്ട്. നല്ല സ്ട്രോങ് ബിൽഡ് ക്വാളിറ്റി ഉള്ളൊരു ബ്രാൻഡാണ് ഓഡി. അത് ഇൻറ്റീരിയറിൽ ശരിക്കും നമുക്ക് ഫീൽ ചെയ്യും. ആ ഫീലിംഗ് പുറമെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാണ്. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ഇൻറ്റീരിയർ ആണെങ്കിലും ഇൻറ്റീരിയർ ഭയങ്കര മോഡേൺ അല്ല. ഭയങ്കര മോഡേൺ എന്ന് പറയുമ്പോൾ ഒരുപാട് സോഫിസ്റ്റിക്കേറ്റഡ് ആയി തോന്നില്ല, സിമ്പിളായി തോന്നി. പക്ഷെ ഇത് ഇറങ്ങിയ സമയത്ത് ഇതൊരു മോഡേൺ ഇൻറ്റീരിയർ ആയിരുന്നു. ഈ 2 സ്ക്രീനും എല്ലാം ആയിട്ട് വന്നിരുന്നത്. അപ്പം അതിൻ്റെ ഒരു ഔട്ട്ഡേറ്റഡ് അല്ല, പക്ഷെ ആ മോഡേൺനെസ് പോയിട്ടുണ്ട്. ഒരുപാട് മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങൾ ചിലർക്ക് ഇഷ്ടമാറില്ല. കാരണം അവർ കുറച്ചുകൂടിയും ഈ പറഞ്ഞ കൺസർവേറ്റീവായിട്ട് നിൽക്കുന്ന മൈൻഡുള്ളവരുണ്ടാവും. അപ്പോൾ അവർക്ക് കുറച്ചുകൂടിയും ഒരു സിമ്പിളായിട്ടുള്ള ഇൻറ്റീരിയറിലാണ് ഇഷ്ടപ്പെടാറില്ല. ഇത് സിമ്പിൾ എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ സോഫിസ്റ്റിക്കേഷൻ ഇല്ല. കുറച്ചുകൂടിയും എന്താ പറയുക, ഈസിലി യൂസബിൾ ആണ്. എങ്കിലും ആ മോഡേൺനെസ് ഉണ്ട്. കാരണം 2 സ്ക്രീനാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഫുള്ള് പിയാനോ ബ്ലാക്കാണ്. ആ മോഡേൺനെസ്സിൻ്റെ ഒരു ഡ്രോബാക്കാണ് കൈയിൻ്റെ അടയാളം വരിക എന്നുള്ളത്. നമ്മൾ ഒരുപാട് സ്ക്രീൻ ഉപയോഗിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഫുള്ള് നമ്മൾ കൈയിൻ്റെ ഫിംഗറിൻ്റെ പാടുണ്ടാവും. സോ ആ ഫിംഗർ പ്രിൻറ്റ്സ് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക മാതിരിയാണ് തോന്നുന്നത്. പക്ഷെ അതിപ്പം ഇന്നത്തെ കാര്യത്തിൽ എല്ലാ ടച്ച് ഉപയോഗിക്കുന്ന വണ്ടിക്കും ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഈ വുഡ് ട്രിം ഉള്ളത് താഴെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഈ പിയാനോ ബ്ലാക്ക് എല്ലാം വേഗം അഴുക്കാനുള്ള ചാൻസ് ഉണ്ട്. അതൊരു ഡ്രോബാക്കാണ്. പക്ഷേ നമുക്ക് സ്ക്രീനിൻ്റെ ഉപയോഗം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാം ഈസിലി റീച്ചബിൾ ആണ്. 2 സ്പ്ലിറ്റ് സ്ക്രീൻ. ഇത് ഫുള്ള് ക്ലൈമറ്റ് കൺട്രോളിനുള്ളതാണ്. ക്ലൈമറ്റ് കൺട്രോൾ മുമ്പുണ്ടായിരുന്ന ഒരു സോഫിസ്റ്റിക്കേഷൻ പോയിട്ടുണ്ട്. ഇപ്പം എയറിന് പണ്ട് നമുക്ക് സെലക്ട് ചെയ്ത് ചെയ്യണം. അപ്പോൾ ഇവിടെ സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതൊരു കൺവീനിയൻ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇതിൽ വേറെ കുറച്ച് ബട്ടൺസ് വരുന്ന ഇവിടെ ഉപയോഗിക്കാം. സ്ക്രീൻ ഓഫ് ചെയ്യണം, അതുപോലെ തന്നെ ഓട്ടോ സ്റ്റാർട്ട് ഓഫ് ആയാലും ഇവിടെ തന്നെയുള്ളത്. ഹാപ്റ്റിക് ഉണ്ടെന്നുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ടച്ച് ചെയ്ത് ഒരു ക്ലിക്ക് വരുമ്പോൾ നമുക്ക് അറിയാം അത് ഫങ്ഷനിങ് ആയിട്ട്. മേളാണ് ഫുൾ ഇൻഫോർടൈൻമെൻറ്റ് ഒന്നുമില്ല. ഇൻഫോർടൈൻമെൻറ്റ് നോക്കുമ്പോൾ നമുക്കൊരു പഴമ തോന്നും. കാരണം പുതിയ ഇപ്പം മേർക്കിലും അതുപോലെ തന്നെ BMWലുള്ള മാരത്തെ ഗ്രാഫിക്സ് ഒന്നുമല്ല. ഒരുപാട് സിമ്പിളായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു മോണോടോൺ മാതിരി തോന്നിക്കുന്ന രീതിയിലാണ്. കളറാണ്, പക്ഷെ അങ്ങനെ തോന്നിക്കുന്നത്. പക്ഷെ ഇതിലുള്ള ഒരു നാവിഗേഷൻ വ്യൂ വരുന്ന കോക്പിറ്റ് ആയിട്ടുള്ള സ്ക്രീനുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. അത് നല്ലൊരു ഫീച്ചറായിട്ട് എപ്പോഴും എനിക്ക് തോന്നുന്ന കാര്യമാണ്. ഓഡിയിൽ ഫുള്ള് സ്ക്രീൻ കോക്പിറ്റ് മാതിരിയാവും, മാപ്പാവും. അപ്പോൾ അത് ഒരു നല്ല ഫീച്ചർ തന്നെയാണ്. സ്റ്റിയറിംഗ് ആണെങ്കിലും മോഡേൺ ലുക്കിംഗ് അല്ല, പക്ഷെ ഓഡിയുടെ അന്നത്തെ സ്റ്റിയറിംഗ് പക്ഷേ ഇറ്റ്സ് ഓൾ ഗുഡ്. അങ്ങനെ ഒരു മോശം പറയണമെന്നില്ല. സ്വിച്ചസും എല്ലാം തന്നെ നമ്പേഴ്സ് ലിമിറ്റഡ് ആണ്, മൾട്ടി ഫംഗ്ഷൻ. പക്ഷേ എല്ലാം തന്നെ ഈസിലി യൂസബിൾ ആണ്. അങ്ങനെ അഡ്വാൻറ്റേജ് ഉണ്ട്. ഇങ്ങനെല്ലാം പോകുമ്പോൾ ഞാൻ ശരിക്കും ചെയ്ത കാര്യം എന്താ പറയുക, റൈഡ്. എന്ത് നല്ല റൈഡർ. അതിൻ്റെ സസ്പെൻഷൻ ഒന്നാമത് പ്രൊഫൈൽ കൂടിയ ടയറാണ്. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിരുന്നു വീല് സിമ്പിളായിട്ടുള്ള വീലാണുള്ളത്. ആ സിമ്പിൾനെസ് ഉണ്ട്, പക്ഷേ ഇന്നിപ്പോൾ അത്രയും മോഡേണുള്ള പല വീലും കാണാണ്ട്. പക്ഷെ അങ്ങനെയെല്ലാം കാണുമ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണ്, ഇപ്പോൾ ഒരു തടിച്ച സ്പോക്ക് വന്നിട്ട് അതിൻ്റെ മേലെ തിന്നാക്കുന്ന രീതിയിലുള്ള ഡിസൈൻ പല ബ്രാൻഡിനുണ്ട്. അതില്ലേ ഇത്. തടിച്ച സ്പോക്കാണ് തടിച്ച സ്പോക്ക് പോലെയുള്ള. അത് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. ഇനി അല്ലെങ്കിൽ വീൽ ഓപ്ഷൻസ് നോക്കണമെങ്കിൽ പുറത്തുനിന്ന് ഓട്ടോമാർക്ക് നോക്കേണ്ടി വരും. പ്രൊഫൈലിലെ ടയർ ആയതുകൊണ്ട് റൈഡ് അടിപൊളിയാണ്.
പക്ഷെ മുമ്പ് ഈ പറഞ്ഞ പോലെ ക്യൂസം വന്നപ്പം പലരും വീലെല്ലാം അപ്സൈസ് ചെയ്തിട്ട സമയത്ത് ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, റഫ് റൈഡ് ഉണ്ടാകുന്നത്. പക്ഷെ അത് വീലിൻ്റെ പ്രശ്നമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇപ്പം ഈ ഒരു പ്രൊഫൈൽ ആയതുകൊണ്ട് ഇന്ത്യയിൽ വേണ്ട സാധനം റൈഡ് കംഫർട്ടാണ്, അത് ശരിക്കും കിട്ടുന്നുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ ലെക്സസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് ഞാൻ കണ്ടത് മോണോകോക്ക് ആയതുകൊണ്ടുള്ള ഒരു ഗുണമാണ്. അതുകൊണ്ട് തന്നെ ശരിക്കും ബോഡി ഇളകിയിട്ടില്ല, മീൻ റാറ്റ്ലിങ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഗുണമുണ്ട്. സൗണ്ട് അബ്സോർപ്ഷനും അതേപോലെ അടിപൊളിയാണ്, പുറത്തുനിന്നുള്ള സൗണ്ടേ ഇല്ല. എൻജിനും വളരെ റിഫൈൻഡ് ആണ്. ഇപ്പം 38,000 ഓടുക പറഞ്ഞാൽ ഇതിൻ്റെ ബെഞ്ച് മാർക്കിംഗ് ഒന്നുമല്ല, പക്ഷെ എന്നാലും ഇത്രയും ഓടിയിട്ടുണ്ടെങ്കിലും നല്ല സ്മൂത്ത് പവർ ഡെലിവറിയാണ്. ഒരു തരത്തിലുള്ള ഈ പറഞ്ഞ പോലെ ജേർക്ക് കാര്യങ്ങളൊന്നുമില്ല. ശരിക്കും നമ്മൾ ഐഡലെല്ലാം ഇട്ട് നിൽക്കുമ്പോൾ വണ്ടി ഓണാന്ന് അറിയെങ്കിലും നമുക്ക് ഓൺ ആയിട്ട് ഫീൽ ചെയ്യുന്നൊരു എലമെൻ്റ് ഉള്ള കുലുക്കം ജേർക്ക് അങ്ങനത്തെ ഒന്നുമില്ല. വളരെ ക്ലീൻ സ്മൂത്ത് ആയിട്ട് നിൽക്കുന്നത്. ഗിയർ ബോക്സും വളരെ റെസ്പോൺസീവാണ്, ഇപ്പോഴും നല്ല റെസ്പോൺസീവായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഇപ്പോൾ ഔഡിയിൽ ഇപ്പോൾ നമ്മളെ ഫ്രണ്ട്സിൻ്റെ വണ്ടികൾ നമുക്കറിയാം. ഇപ്പം ഉമ്മയുണ്ട്, ഞാൻ പറഞ്ഞു 1 lakh പ്ലസ്, ഏകദേശം 1.5 lakhs ഓടിയിട്ടുണ്ട്. അപ്പോൾ അജു അങ്ങനെയുള്ള ആളുകളെല്ലാം തന്നെ 1ൻ്റെ അടുത്തോളം ഓടിയിട്ട് ഒരു ഷിഫ്റ്റ് വീണ്ടും വണ്ടി വീണ്ടും 1 എത്തിയിട്ടുള്ള സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അപ്പം ഓടുമ്പം നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എൻജിൻ്റെ വലിയ തലയൊന്നുമില്ലാതെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട് ഇവർക്കില്ല. അപ്പോൾ ആ റിലയബിലിറ്റി ഓഡിയുടെ ഒരു എലമെൻറ്റ് ആണ്, അത് കീപ്പ് ചെയ്യാൻ പറ്റും. പെട്രോൾ എഞ്ചിൻ ആയിട്ടുള്ള കുറച്ച് ഗുണങ്ങളും കൂടെ ഉണ്ട്. കാരണം പെട്രോൾ ഈ പറഞ്ഞ ഡീസലിൻ്റെ അത്രയും പ്രശ്നം ഉണ്ടാവാറില്ല ഇന്ത്യയിൽ. കാരണം കിട്ടുന്ന ഫ്യൂവൽ കുറച്ചുകൂടി ക്വാളിറ്റി ഉണ്ട് പെട്രോൾ. ഡീസൽ അതല്ല, ഡീസൽ കുറച്ച് ക്വാളിറ്റി കുറയുന്ന ഫ്യൂവൽ നമുക്ക് ഇന്ത്യയിൽ കിട്ടാറുണ്ടായിരുന്നു. ഇമ്പ്രൂവ് എല്ലാം ചെയ്തിട്ടുണ്ട്, എന്നാലും ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡിൽ എത്തിയില്ല. അതുകൊണ്ട് തന്നെ എഞ്ചിന് ചിലപ്പം ഡസ്റ്റും ഇതെല്ലാം കുടുങ്ങി, ഡസ്റ്റ് ഇൻ ദ സെൻസ് അഴുക്ക് ഫ്യൂവലുള്ളതുണ്ടാകുന്നുണ്ട്, ടർബോനുള്ള പ്രശ്നം വരാറുണ്ട്. ഇപ്പം അതൊന്നും കാണാറില്ല, പക്ഷെ അതെല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് അത്യാവശ്യം നല്ലൊരു റിഫൈൻമെൻറ്റ് ഇപ്പോഴും നിർത്തിയിട്ടുണ്ട്. ദാറ്റ്സ് എ ഗുഡ് തിങ്. പിന്നെ മൊത്തത്തിലുള്ള ആ ഒരു ഔട്ട്ലുക്കാണ് ഔഡിൻ്റെ. ബേസിക്കലി നല്ല കംഫർട്ടബിൾ മെഷീനാണ്. ഫ്രണ്ടും റിയറും സീറ്റ് കംഫർട്ടബിളാണ്. സെക്കൻഡ് റോ സീറ്റ് കുറച്ച് ലോ ആയിട്ട് ഇരിക്കുന്നുള്ളൂ, പക്ഷേ ഇരുന്ന് യാത്രയെല്ലാം കംഫർട്ടബിളാണ്. ഇപ്പോൾ ഇൻഫർടൈൻമെൻറ്റും വരുന്നുണ്ട്, അത് നല്ല എലമെൻറ്റ്. തേർഡ് റോ സീറ്റും കൂടെ ഉണ്ട്. 7 സീറ്ററാണിത്, 5+2 എന്നേ പറയാൻ പറ്റുള്ളൂ. തേർഡ് റോ കുട്ടികൾക്ക് മാത്രമുള്ള ഒരു സീറ്റാണ്. അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം നമുക്ക് എന്തെങ്കിലും പോകുന്നുണ്ടെങ്കിൽ സെക്കൻഡ് റോൻ്റെ ഫ്രണ്ടിലൊക്കെ ആക്കി വെച്ചാൽ ബാക്കിൽ ഉണ്ടാക്കി ഇരിക്കാം. പക്ഷേ സെക്കൻഡ് റോയിലുള്ള ആൾക്കാർ സീറ്റിൻ്റെ സ്പേസ് ഒന്ന് ചെറുങ്ങനെ കോംപ്രമൈസ് ആവും. അങ്ങനെ ഒരു എലമെൻറ്റ് കൂടെ ഉണ്ട്. സോ ഓൾ ടുഗദർ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വണ്ടിയാണ്. അണ്ടർ റേറ്റഡ് എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് മനസ്സിലാക്കിയത് ചില ആൾക്കാർക്ക് അണ്ടർ റേറ്റഡ് മനസ്സിലായില്ലെന്ന് വരും. അണ്ടർ റേറ്റഡ് പറഞ്ഞാൽ ഒരു വണ്ടിക്ക് കിട്ടേണ്ട ഒരു ഹൈപ്പ് കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ എന്തിനാണെങ്കിലും അണ്ടർ റേറ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന അത്രയും ഹൈപ്പ് കിട്ടാതിരിക്കുന്നതിനാണ് അണ്ടർ റേറ്റഡ് എന്ന് പറയുക. അപ്പം അങ്ങനെ ഒരു SUV ആണ് ഇന്നിപ്പോൾ ക്യൂസൺ. ആദ്യമായിരുന്നില്ല, ഇന്ന്. അതിന് കാരണങ്ങളുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലാണ് ഡീലർഷിപ്പിൻ്റെ ഇഷ്യൂ മുമ്പുണ്ട്. ഡീലർഷിപ്പ് ഓൾമോസ്റ്റ് വൈൻഡപ്പ് ചെയ്ത പോലെയായിരുന്നു, അതുകൊണ്ട് ആക്റ്റീവ് ആയിരുന്നില്ല. ഇപ്പം പക്ഷേ ഡീലർഷിപ്പും ആക്റ്റീവാണ്. പിന്നെ ഉപയോഗിക്കുന്ന ആൾക്കാർക്കെല്ലാം തന്നെ നല്ല ഫീഡ്ബാക്സ് ഉണ്ട്. ഇപ്പം Q7 ആയിട്ടും Q8 ആയിട്ടും ഉപയോഗിക്കുന്ന ഫ്രണ്ട്സ് എനിക്കുണ്ട്. അവരെല്ലാം ഹാപ്പിയാണ് വണ്ടിയിൽ. സോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് തുടക്കത്തിൽ തന്നെ ഈ ഒരു സെഗ്മെൻറ്റിൽ വണ്ടികൾ വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർ X5, GLE, Volvo XC90, ലെക്സസ് ഇങ്ങനെയെല്ലാം പരിഗണിക്കുമ്പോൾ Q7 വിട്ടു പോകണ്ട, ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ട്. പ്രത്യേകിച്ച് അവൈലബിലിറ്റി വെച്ച് നോക്കുകയാണെങ്കിലും പെട്ടെന്ന് കിട്ടുന്നുണ്ട് വണ്ടി. Q5, X5, GLE ചിലപ്പോൾ സമയം എടുക്കുന്നുണ്ടെങ്കിൽ വണ്ടി പെട്ടെന്ന് വേണ്ടവരാണെങ്കിൽ കൺസിഡർ ദിസ് എന്നുള്ളൊരു പോയിന്റ് ഉണ്ട്. ഓടിക്കുന്ന ആരാണെങ്കിലും Q7 ഇസ് ഫൺ ടു ഡ്രൈവ്, സോളിഡ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഫീലെല്ലാം ഇനി അതുമല്ല, അത്യാവശ്യം നമുക്കൊരു ഓഫ് റോഡെല്ലാം പോകണമെങ്കിലും കോട്രോ ഇസ് ഗുഡ് ഇനഫ്. കോട്രോ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഓഡിയുടെ ഫോർ ഡ്രൈവ് സിസ്റ്റമാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞ പോലെ സാധാരണ 2 തരത്തിലുള്ള SUVകളാണെന്നുള്ളൂ. ഒന്ന് ഹാർഡ് കോർ ഓഫ് റോഡിങ് കേപ്പബിലിറ്റിയുള്ള, പിന്നെ എല്ലാത്തതെന്ന് പറഞ്ഞാൽ 4-wheel ഡ്രൈവ് ഉള്ളതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട്. ഉള്ളത് തന്നെ ഓഫ് റോഡ് ചെയ്യാൻ പറ്റാത്തതുണ്ട് ചിലത്, അതിനുള്ള കപ്പാസിറ്റി ഇല്ലാത്ത പോലെ. അപ്പോൾ അങ്ങനെയല്ല, ഇത് പ്രോപ്പർ ഒരു ഓഫ് റോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ പലപ്പോഴും ഓഡിയുടെ ഇവൻറ്റ്സ് എല്ലാം നടക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ സെറ്റ് ട്രാക്കായിരിക്കും, എന്നാലും അതിലും പറഞ്ഞ ഒരു ആർട്ടിക്കുലേഷനും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ട് വണ്ടി പെർഫോം ചെയ്യാറുണ്ട്. അപ്പോൾ സോ ദാറ്റ് നമുക്ക് അതിൻ്റെ ഒരു പെർഫോമൻസ് ലെവൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. സോ ഐ വുഡ് സേ ഇറ്റ്സ് എ വെരി ഗുഡ് കൺസിഡറബിൾ ഓപ്ഷൻ. ഇന്നും അത്യാവശ്യം ഒരു യങ്ങായി നിൽക്കുന്നൊരു വണ്ടി തന്നെയാണ്. ഒരു ഡിസൈൻ ചേഞ്ചസ് വന്നപ്പം ഒരു Q7 ഫേസ് ലിഫ്റ്റ് വന്ന സമയത്ത് Q8 പോലെയാക്കി, അതായത് ഫുൾ ഫാമിലി ഐഡൻറ്റിറ്റി കൊണ്ടുവന്നു. അത് നല്ലൊരു മൂവ് ആയിരുന്നു. അപ്പം വണ്ടി അപ്ഡേറ്റ് ചെയ്യുന്നവർക്കെല്ലാം തന്നെ പുതിയൊരു വണ്ടി കിട്ടിയ ഫീൽ പോലെയായിരുന്നു. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ എനിക്ക് അവരുടെ മൂവ് ഇഷ്ടപ്പെട്ടിരുന്നു. പിന്നെ എഞ്ചിനും ഞാൻ പറഞ്ഞ പോലെ V6 കൊണ്ടുവന്നതും നല്ലൊരു മൂവാണ്. 3 ലിറ്റർ മുമ്പുണ്ടായിരുന്ന 2 ലിറ്ററിനേക്കാൾ എത്രയോ ബെറ്റർ ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. സോ ഇന്നത്തെ ഈ ഒരു ഡ്രൈവിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ സിറ്റി ഡ്രൈവ് കമ്പ്യൂട്ടാണ് നമ്മൾ കൂടുതൽ കാണിച്ചെങ്കിലും
എനിക്ക് പറയാനുണ്ടായിരുന്ന കാര്യങ്ങൾ ഞാൻ മെൻഷൻ ചെയ്തതെല്ലാം തന്നെ എനിക്ക് വ്യക്തമായി തോന്നുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഡ്രൈവ് റിവ്യൂ കാണുന്നുണ്ടെങ്കിൽ ലിവിന് പറയുന്ന എപ്പിസോഡിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം, കാണുക. അപ്പോൾ അതിൽ ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഓരോ എലമെൻസും, അതായത് ഡിസൈനും ഇൻറ്റീരിയറിലും പറഞ്ഞിട്ടുണ്ട്. അത് കാണേണ്ടവർ പ്ലീസ് ചെക്ക് ഇറ്റ് ഔട്ട്. സോ ഈ വീഡിയോ ആണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരുണ്ടെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത തവണ മറ്റൊരു വണ്ടിയായിട്ട് കാണുന്നവരെ സ്റ്റേ സേഫ്, എൻജോയ് വീലിംഗ്.